അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ 27ാമത്തെ ഭാഗമാണ് നിങ്ങളുടെ കൈകളിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഫാത്തിഹ, സൂറത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമസ്കാരത്തിന്റെ 4ാമത്തെ ഫർളിന്റെ വിശദീകരണത്തിൽ സൂറത്ത് ഓതുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിലാണ് നാം ഉള്ളത്. ഇത് 27ാമത്തെ ഭാഗമാണ്. ഇതിൽ സൂറത്തുകള് പ്രത്യേകം ഓതണമെന്ന് നിർദ്ദേശിക്കപ്പെട്ട സൂറത്തുകളും നമസ്കാരങ്ങളുമാണ് അധികമായി ഇതിൽ ഉള്ളത്. വലിയ സൂറത്ത് തന്നെ ഓതണം എന്ന് നിർദ്ദേശിക്കപ്പെട്ട നമസ്കാരങ്ങളിൽ അത് ഓതുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. അത് ക്ലിപ്തമല്ലാത്ത ജനങ്ങളുടെ ഇമാമാണെങ്കിലും ഓതാം, മത്രൂക്കല്ലാത്ത പള്ളിയാണെങ്കിലും ഓതാം, നമ്മുടെ നാട്ടുകളിലൊക്കെയുള്ള പള്ളികളിൽ ഓതാം. ഉദാഹരണത്തിന് 1, 2 പെരുന്നാൾ നമസ്കാരത്തിൽ അതേ പ്രകാരം ഈ 2 സൂറത്ത് ഓതണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് ഓതൽ സുന്നത്തുണ്ട്. വലിയ സൂറത്ത് ആണെങ്കിലും ഓതാം. അതേ പ്രകാരം തന്നെ മഴയത്തേടുന്ന നമസ്കാരത്തിൽ വലിയ സൂറത്ത് ഓതാം, അഥവാ സൂറത്ത് ഓതാം. അല്ലെങ്കിൽ സബ്ബിഹിസ്മ റബ്ബിക എന്ന സൂറത്തും എന്ന സൂറത്തും ഓതാം. ഇതേ പ്രകാരം തന്നെ മുനാഫിഖൂൻ സൂറത്ത് ജുമുഅ നമസ്കാരത്തിലും ആ ജുമുഅയുടെ ഇശാ നമസ്കാരത്തിലും ഓതൽ സുന്നത്തുണ്ട്. അത് എത്ര ഉമൂമിങ്ങൾ ഉണ്ടെങ്കിലും ഉമൂമിങ്ങളുടെ സമ്മതമില്ലെങ്കിലും ഓതുന്നതിന് അതൊരു കുഴപ്പവും ഇല്ല. കാരണം ഓതൽ സുന്നത്താണെന്ന് പഠിപ്പിച്ച സൂറത്തുകളാണത്. അപ്പൊ ഏത് നിസ്കാരത്തിലാണ്? ജുമുഅ നിസ്കാരത്തിൽ ജുമുഅ സൂറത്തും മുനാഫിഖൂനും ഓതാം. ജുമുഅയുടെ ഇശായിൽ അഥവാ വെള്ളിയാഴ്ച ഇശാ നിസ്കാരത്തിലും ഈ 2 സൂറത്ത് ഓതാം. ഇനി ഓതുന്നില്ലെങ്കിൽ സബ്ബിഹിസ്മ അൽ ഹദാക എന്നീ 2 സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. ഇതേ പ്രകാരം സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ അലം നശ്റഹ് ലക സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്, അലം തറ കൈഫ സൂറത്ത്. ഇതേ പ്രകാരം വെള്ളിയാഴ്ചയുടെ മഗ്രിബ് അഥവാ വ്യാഴാഴ്ച മഗ്രിബ് നിസ്കാരത്തിൽ 1-ാം റക്അത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ സൂറത്ത് ഓതലും 2ാമത്തേതിൽ ഇഖ്ലാസ് സൂറത്ത് ഓതലും സുന്നത്താണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഖുർആനിലെ ക്രമമനുസരിച്ച് ഓതണമെന്ന്. അത് ഇതിന് ബാധകമല്ല. വെള്ളിയാഴ്ച മഗ്രിബിൽ 1-ാം റക്അത്തിൽ കാഫിറൂൻ സൂറത്തും 2-ാം റക്അത്തിൽ ഇഖ്ലാസുമാണ് ഓതേണ്ടത്. ഇതേ പ്രകാരം തന്നെ കാഫിറൂനും ഇഖ്ലാസുമാണ് സുബഹിന്റെ സുന്നത്ത് നിസ്കാരത്തിൽ. അതേ പ്രകാരം മഗ്രിബിന്റെ സുന്നത്ത് നിസ്കാരത്തിൽ, ഇശാ നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കാരത്തിൽ, തവാഫിന്റെ സുന്നത്ത് നിസ്കാരത്തിൽ, പള്ളിയിൽ പ്രവേശിച്ചാലുള്ള തഹിയ്യത്ത് നിസ്കാരത്തിൽ, ഇസ്തിഖാറത്തിന്റെ സുന്നത്ത് നിസ്കാരത്തിൽ, ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരത്തിൽ, ളുഹാ നിസ്കാരത്തിൽ, യാത്ര പോകുന്ന സമയത്തുള്ള സുന്നത്ത് നിസ്കാരത്തിലും തിരിച്ചു വരുമ്പോഴുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിലും ഒക്കെ കാഫിറൂൻ സൂറത്തും ഇഖ്ലാസ് സൂറത്തും ഓതൽ സുന്നത്തുണ്ട്. മാത്രമല്ല ഖുർആനിൽ നിന്ന് ഇന്ന സൂറത്ത് ഓതണം എന്ന് പ്രത്യേകം പറയാത്ത നിസ്കാരങ്ങളിൽ ഈ 2 സൂറത്ത് ഓതൽ സുന്നത്തുണ്ട് എന്ന് തർശീഹ് എന്ന് പറയുന്ന കിതാബിൽ കാണാം. അതേ പ്രകാരം തന്നെ സുബഹി വെള്ളിയാഴ്ചത്തെ സുബഹി നിസ്കാരത്തിന്റെ 1-ാം റക്അത്തിൽ സജദ സൂറത്തും 2ാമത്തതിൽ അൽ ഇൻസാനി എന്ന് പറയുന്ന ദഹ്ർ സൂറത്ത് അല്ലെങ്കിൽ ഇൻസാൻ സൂറത്ത് ഓതലും സുന്നത്താണ്. അത് വലിയ സൂറത്താണെങ്കിലും ഉമൂമിങ്ങൾ എത്ര ആളുകൾ ഉണ്ടെങ്കിലും
അവരുടെ കൂട്ടത്തിൽ അടിമകൾ ഉണ്ടെങ്കിലും അവരുടെ ഒന്നും സമ്മതമില്ലാതെയാണെങ്കിലും ഓതാം. കാരണം ഓതൽ സുന്നത്താണെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. നീ അത് ഓതുന്നില്ലെങ്കിൽ അതിന് പകരമായി സബ്ബിസ്മ അൽ അതാക എന്നീ സൂറത്തും, അതോതുന്നില്ലെങ്കിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഇഖ്ലാസ് സൂറത്തും ഓതൽ സുന്നത്തുണ്ടെന്ന് കല്ലൂബി എന്ന് പറയുന്ന കിതാബിൽ കാണാം. മുഅയ്യനത്തായ 2 സൂറത്തിൽ നിന്ന് ഒന്നിനെ ഒരാൾ ഒഴിവാക്കിയാൽ, ഉദാഹരണത്തിന് സബ്ബിസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്താണ് ആദ്യത്തെ റക്അത്തിൽ ഓതേണ്ടിയിരുന്നത്, അത് ഓതിയില്ല. രണ്ടാമത്തെ റക്അത്തിൽ, അപ്പോ ആദ്യത്തെ റക്അത്തിൽ വേറെ ഏതോ സൂറത്താണ് ഓതിപ്പോയത്. രണ്ടാമത്തെ റക്അത്തിൽ ഈ 2 സൂറത്തും അഥവാ സബ്ബിസ്മയും അൽ അതാഖയും ഓതൽ സുന്നത്തുണ്ട്. എന്നാൽ സമയം ഇടുങ്ങിയതായ സമയത്ത്, സമയമില്ലാത്തപ്പോൾ ചെറിയ 2 സൂറത്ത് ഓതലാണ് വലിയ സൂറത്ത് ഓതുന്നതിനേക്കാൾ ശ്രേഷ്ഠം. അത് നിർണയിക്കപ്പെട്ട സൂറത്താണെങ്കിലും ശരി, ഇന്ന സൂറത്ത് ഓതാമെന്ന് കൽപ്പിച്ച സൂറത്താണെങ്കിലും സമയമില്ലെങ്കിൽ വേറെ ചെറിയ 2 സൂറത്ത് ഓതലാണ് അഫ്ളൽ എന്നാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ മുഅയ്യനായ 2 സൂറത്തിൽ നിന്ന് അല്പം ഓതലാണ് നല്ലത് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് രണ്ടും സ്വീകരിക്കാവുന്നതാണ്. ശാഫി മദ്ഹബിലെ പ്രഗൽഭരായ പണ്ഡിതന്മാരാണ് അവർ. ഇനി ഒരാൾ ഓതണമെന്ന് പറഞ്ഞ സൂറത്തിൽ നിന്ന് ഒന്ന് മാത്രമേ ഒരാൾക്ക് അറിയുകയുള്ളൂ. ഉദാഹരണത്തിന് സബ്ബിസ്മയും അൽ അതാഖയും ഓതണം എന്ന് നിർദ്ദേശിച്ച 2 റക്അത്തിലെ ഒന്നുകിൽ സബ്ബിസ്മ അല്ലെങ്കിൽ അൽ അതാഖ മാത്രമേ അറിയുകയുള്ളൂ എങ്കിൽ ആദ്യത്തെ റക്അത്തിൽ അവൻ അറിയുന്ന സൂറത്തും രണ്ടാമത്തേതിൽ അതിന് പകരമായി മറ്റ് സൂറത്തിനെയും ആണ് ഓതേണ്ടത്. തുടരെ കൊണ്ടുവരിക എന്നത് നഷ്ടപ്പെട്ടാലും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ഒരാൾ വെള്ളിയാഴ്ച ദിവസത്തെ സുബഹിയുടെ 2ാമത്തെ റക്അത്തിൽ ഇമാമിനെ വന്ന് തുടർന്നു. ഒരു ഉദാഹരണമാണ്. അങ്ങനെ ഇമാമ് അല്ലത്ത എന്ന സൂറത്ത് ഓതുന്നത് കേട്ടു. അതാണ് കേട്ടത്. അപ്പോൾ പിന്നെ അയാളുടെ 2ാമത്തെ റക്അത്തിൽ അയാൾ സജദ സൂറത്താണ് ഓതേണ്ടത്. ഇത് ഉദാഹരണം മാത്രമാണ്. ഇതേപോലെ ഓതണമെന്ന് നിർദ്ദേശിച്ച സൂറത്തുകൾ. ഇനി ഇമാമ് അല്ലത്ത എന്നത് എന്ന സൂറത്ത് ഓതിയില്ല. എന്നാൽ മൗമൂമ് അവന്റെ 2ാമത്തെ റക്അത്തിൽ ഈ 2 സൂറത്തും ഓതുകയാണ് വേണ്ടത്. യാത്ര പോകുന്ന യാത്രക്കാരനാണെങ്കിൽ അവന്റെ നിസ്കാരത്തിലൊക്കെയും ഖുൽ യാ അയ്യുൽ കാഫിറൂൻ അതേ പ്രകാരം സൂറത്തുൽ ഇഖ്ലാസ് മോദലാണ് സുന്നത്ത് എന്ന് സർക്കാവി പോലെയുള്ള കിതാബുകളിൽ വിവരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ മനസ്സിലാക്കി ആരാധന നടത്താൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇതെല്ലാം അറിയാത്ത വളരെയധികം പൊതുജനങ്ങൾ ഉണ്ടാവാം. അവർക്ക് ഇത് കൈമാറണം എന്ന് ഉണർത്തുകയാണ്. ഒരറിവ് മറച്ചു വെക്കുക എന്നതിന്റെ തെറ്റ് ഇത് നാം കേട്ടതിനു ശേഷം മറ്റുള്ളവരിലേക്ക് കൈമാറാതിരുന്നാൽ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.